ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പൊക്കെ അടിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാലൻസ് ആണ് പറയുന്നത്. ഇത് വരാനിരിക്കുന്ന കഥയാണ്, നാളത്തെ കഥയോ ഇന്നത്തെ കഥയോ അല്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്ത് എത്തുന്ന ഒരു കഥയാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അങ്ങനെ സ്റ്റാൻലിയുടെ അടുത്ത് ബാലചന്ദ്രൻ എത്തി. അങ്ങനെ എത്തി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ബാലചന്ദ്രൻ ആരാണെന്ന് മാത്രം സ്റ്റാൻലി അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലത്തെ ലാസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞെന്ന് തോന്നുന്നു. സ്റ്റാൻലിയോട് ബാലചന്ദ്രൻ ആരാണ് എന്ന് തുറന്നു പറഞ്ഞു ബാലചന്ദ്രൻ. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ സ്റ്റാൻലി കുറെ കാര്യങ്ങൾ ബാലചന്ദ്രനോട് ചോദിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണെന്നൊക്കെ ആദ്യമൊക്കെ ചോദിച്ചു. മാത്രമല്ല, നിങ്ങൾ അവരുടെ ആരോ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വേറൊന്നുമല്ല, ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത ഒരു ഫാമിലി ഫ്രണ്ട് തന്നെ ആയിരിക്കണം എന്ന് മനസ്സിലായി. എന്നാലും സ്റ്റാൻലിക്ക് അറിയത്തില്ല നമ്മുടെ വൈജയുടെ ഭർത്താവാണെന്നുള്ള കാര്യം. അങ്ങനെ അലീനയുടെ കാര്യത്തിലേക്ക് കടന്നു. ഏതായാലും അലീനയുടെ കാര്യത്തിലേക്ക് കടന്നപ്പോഴത്തേക്കും ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലിക്കും നല്ലൊരു തീരുമാനം തന്നെയാണ് സ്റ്റാൻലി എടുക്കുന്നത്. സ്റ്റാൻലി പറഞ്ഞു, അവൾ എന്റെ കുഞ്ഞു തന്നെയാണ്, എന്റെ ആദ്യത്തെ കൊച്ചു തന്നെയാണ്. എനിക്കറിയില്ലായിരുന്നു അവള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് അവളെ കാണണമെന്നും അവളുടെ കൂടെ സമയം ചെലവഴിക്കണമെന്നും അവൾ എന്റെ മകളായിട്ട് അംഗീകരിക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനിപ്പോ എനിക്ക് വേറെ ആരും ഒരു വിലങ്ങുതടിയല്ല. അതിനിപ്പോ വിലങ്ങുതടിയായിട്ട് എന്റെ മക്കളോ എന്റെ ഭാര്യയോ ഒന്നും നിൽക്കത്തില്ല. കാരണം ഞാൻ അവരെ ചതിച്ചിട്ടോ അവരെ വഞ്ചിച്ചിട്ടോ അല്ല ഈ ഒരു വിവാഹം കഴിച്ചത്. ഈ ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം എന്റെ ഭാര്യയ്ക്ക് അറിയാം. അവളോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഓഹോ അങ്ങനെയുണ്ടല്ലേ, ആ എങ്കിൽ പിന്നെ തനിക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പം ആരോടും വേറെ ആരുടെ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടതില്ല. ആരും തന്നോട് ചോദിക്കാൻ വരില്ലല്ലോ. താൻ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാണ് വിവാഹം കഴിച്ചെങ്കിൽ വരില്ല. പക്ഷെ അതൊന്നും ചെയ്യാതെ ഒരുത്തനെ മണ്ടനാക്കിയിട്ടാണ് ഈ പറയുന്ന വൈജ വിവാഹം കഴിച്ചത്. ആ സത്യങ്ങളൊന്നും തുറന്നു പറയാതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ബാലചന്ദ്രൻ അല്ല, സ്റ്റാൻലി പറഞ്ഞു, അതിപ്പോ എങ്ങനെയാ തുറന്നു പറയുന്നത്? ഒരാണാകുമ്പോ ചിലപ്പോ തുറന്നു പറഞ്ഞേക്കാം, ഒരു പെണ്ണാകുമ്പോ തുറന്നു പറയാനുള്ള മടി കാണുമല്ലോ ബാലചന്ദ്രൻ ഓർത്തു നോക്കിയാൽ ചിലപ്പോ ബാലചന്ദ്രന്റെ വൈഫിനും അങ്ങനെ തുറന്നു പറയാനുള്ള മടി, അങ്ങനെ ചിലപ്പം അവര് മടിക്കും. പെണ്ണുങ്ങൾ പൊതുവെ അതൊക്കെ മടിക്കും. ആണുങ്ങൾ എടുത്തു ചാടി എല്ലാം പറയും. പക്ഷെ പെണ്ണുങ്ങൾ അത് മടിക്കുന്നത് അവരുടെ ഭാവിക്കും അവരുടെ കുടുംബ ജീവിതത്തിന്റെ ആ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്കും ഒക്കെ വേണ്ടിയാണ് അവര് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനിപ്പോ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനും വൈജയനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജയനെ ആ ഒരു തരത്തിൽ പോലും സ്റ്റാൻലി കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും ആ ഒരു പ്രണയം മനസ്സിലൊക്കെ കാണുമെന്ന് നമ്മുടെ ബാലചന്ദ്രൻ മനസ്സിൽ കരുതുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലി വീണ്ടും ആ ഒരു പഴയ ഇതിലേക്ക് കടന്നു. അതായത് അലീനയുടെ കാര്യവും വൈജയുടെ കാര്യവും പറയുമ്പം സ്റ്റാൻലി ഒന്ന് കൂഞ്ഞിക്കൂടി നിപ്പുണ്ട്. പിന്നെ പഴയ ആ ഒരു ഗാംഭീര്യതയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അല്ല ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. പിന്നെ ഇപ്പൊ ഏതായാലും ഒരു ആളുണ്ടായിരിക്കുമല്ലോ വൈജയുടെ കൂടെ ഭർത്താവായിട്ട്. അപ്പൊ എനിക്കിനിയിപ്പോ ആ വൈജയനെ കുറിച്ചോ അവരെ കുറിച്ചോ അറിയേണ്ട ഒരു കാര്യമില്ല. ആ കുട്ടിക്ക് എന്താണോ ഞാൻ ചെയ്യേണ്ടത് അത് ചെയ്യാം. ആ മരമണ്ടനായ ഭർത്താവിനെ കുറിച്ചൊന്നും എനിക്കറിയണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ മരമണ്ടനായ ഭർത്താവ് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഗാംഭീര്യത, തിരിച്ചു വന്ന ഗാംഭീര്യതയൊക്കെ വീണ്ടും ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ സ്റ്റാൻലി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിന്നു. വല്ലാത്തൊരവസ്ഥയിൽ നിന്നിട്ട് അവിടെ ഇരിക്കുന്ന അടുത്ത വിസ്കിയും കൂടെ എടുത്തിങ്ങനെ കഴിച്ചു. വിസ്കി എടുത്ത് കഴിച്ചപ്പോഴത്തേക്കും തൊട്ടടുത്തൊരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ പട്ടി കടന്നു വരികയാണ്. അപ്പൊ ആ പട്ടി, കുറെ പട്ടികളുണ്ടല്ലോ, പട്ടി കടന്നു വന്നിട്ട് നമ്മുടെ സ്റ്റാൻലിനെ ഒന്ന് തോണ്ടി, ആ മൂക്ക് വെച്ചിങ്ങനെ തോണ്ടിയിട്ട്, അതായത് അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഒരു സിറിഞ്ച് ഉണ്ടായിരുന്നു. ആ സിറിഞ്ചിൽ നിന്നും ആ ഒരു വിസ്കിക്കകത്ത് നിന്ന് കുറച്ച് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റാൻലി ആ പട്ടിക്ക് കൊടുത്തു. അപ്പൊ ആ പട്ടികളും മദ്യപിക്കുന്ന പട്ടികൾ തന്നെയാണ്. അപ്പൊ സ്റ്റാൻലി ആ വിസ്കി കഴിക്കുന്നത് കണ്ടപ്പം ആ പട്ടികൾക്കും ആ നായകൾക്കും അത് കഴിക്കാനുള്ള ഒരു ഇത് തോന്നി, അതെടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു മ്യൂട്ടാക്ക് വീഡിയോ കോൾ ചെയ്യുന്നു ഷിജോ.
കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കി കാണുക കേട്ടോ. കൗതുകവും ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ആ പട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മള് മനുഷ്യന്മാര് പേടിച്ചു പോകും. മനുഷ്യന്മാരെക്കാളും വലിപ്പമുള്ള ചില പട്ടികളൊക്കെയാണ്. എന്നാൽ ഈ സമയത്ത് ബാലചന്ദ്രനാണ് ആ ഒരു നിർഭാഗ്യൻ എന്ന് അറിഞ്ഞ് നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രന്റെ മുമ്പിൽ മൗനം പാലിക്കാൻ കേട്ടോ. ആ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രന്റെ മുമ്പിൽ മൗനം പാലിച്ചു. ബാലചന്ദ്രൻ ഓരോരോ കഥകൾ പറയാൻ തുടങ്ങി. ഞാന് അവളുടെ പിറകെ കുറെ, അതായത് എന്റെ പൊടിമീശ കാലം മുതലേ ഞാൻ വൈജുയുടെ പുറകെ നടന്നതാണ്. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അന്നൊന്നും കൈതക്കൽ വീട്ടിലെ കുഞ്ഞിരാമമേനോൻ എന്നെ അവിടെ അടുപ്പിച്ചിട്ട് പോലുമില്ല. എന്റെ അച്ഛൻ ആ വീട്ടിലെ ഒരു വേലക്കാരനായിരുന്നു. ആ വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു കാര്യസ്ഥനായിരുന്നു എന്റെ അച്ഛന്. ആ ഒരു സമയത്ത് അവരുടെ അടുക്കളപ്പുറത്ത് എനിക്ക് ഭക്ഷണം വിളമ്പി ഒരുപാട് തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മോഹിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നും ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് വൈജയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് എന്നെ ഒരു താല്പര്യം ഇല്ലായിരുന്നു. അവൾക്ക് എന്നോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലെ ഒരുമിച്ച് കളിച്ചു വളർന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും പതിയെ പതിയെ എന്റെ ഇഷ്ടം തുറന്നു പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങി. ഏതായാലും ഞാനൊരു 10-18 എന്റെ ഒരു 10-20-25 വയസ്സ് വരെയൊക്കെ ഞാൻ അവളുടെ പുറകെ നടന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു വാശിയായി. പണമില്ലാത്തതിന്റെ പേരിലാണല്ലോ എന്റെ ആ ഒരു പ്രണയം എനിക്ക് പ്രണയം നിഷേധിക്കേണ്ടി വന്നത്, പ്രണയം എനിക്ക് നഷ്ടമാക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാനുള്ള ആ ഒരു ഇതില് ഞാന് പുറത്തു കയറിപ്പോയി അവിടെ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി ഒരു സ്വർണ്ണക്കടയും അതുപോലെ ഇപ്പം വലിയൊരു ബിസിനസ്സുകാരനൊക്കെ ആയത്. അതിനുശേഷമാണ് വൈജി എനിക്ക് വിവാഹം കഴിച്ച് തന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത് ഇപ്പൊ ഒരു കൂടിപ്പോയാൽ ഒരു 5-6 മാസം ആയി കാണത്തുള്ളൂ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അല്ലാതെ എനിക്ക് അറിയത്തില്ലായിരുന്നു. വൈജയും ഞാനും എന്റെ 3 മക്കളും സന്തോഷത്തോടു കൂടി തന്നെ ആയിരുന്നു കഴിഞ്ഞു പൊക്കോണ്ടിരുന്നത്. എങ്കിലും വൈജയ്ക്ക് അപ്പോഴും എന്നോട് എന്തൊക്കെയോ ഒരു എതിർപ്പും എന്തൊക്കെയോ ഒരു ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഭർത്താവായിട്ട് ജീവിച്ചിട്ട് പോലും ഒരു ഭർത്താവിന്റെ സ്ഥാനമൊന്നും അവൾ എനിക്ക് തന്നിട്ടില്ല. അവൾ എന്തൊക്കെയോ പറയുന്നു, ഞാൻ അതനുസരിക്കുന്നു, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ ഈ ഒരു കാര്യം കൊണ്ടായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ പറയുന്ന ഈ നിങ്ങളുടെ മകളുടെ പേര് അലീന എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അലീന എന്ന് പറയുന്നില്ല, സോറി കേട്ടോ. നിങ്ങളുടെ മകള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്. ആ ഒരു സമയത്തൊന്നും അവൾ ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് വന്നത്. ഒരു സ്നേഹനികേതൻ എന്ന് പറയുന്ന ഒരു ഓഫനേജിൽ നിന്നാണ് അവള് വീട്ടിലേക്ക് വന്നത്. അവള് ഞങ്ങൾക്ക് വെറും വേലക്കാരി മാത്രമായിരുന്നു. പക്ഷെ അവളുടെ അമ്മയെ തേടി എത്തിയതാണ്. അവള് പക്ഷെ ആ കാര്യമൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. അവള് പുറത്തു പറഞ്ഞതേ ഇല്ല. ആ കാര്യമൊന്നും അവള് പുറത്തു പറയാൻ തയ്യാറായതേ ഇല്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം എനിക്കൊരു ലെറ്റർ കിട്ടി. ഞാനൊരു ലെറ്റർ കിട്ടി. ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിലുള്ള പേരുകളെല്ലാം കൂട്ടി വായിച്ചപ്പോഴും ആ സംഭവങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വൈജ ആരാണെന്നും അലീനയും വൈജയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും വൈജയ്ക്ക് 10-23 വർഷം മുമ്പ് ഉണ്ടായ കുഞ്ഞാണ് ഈ പറയുന്ന നമ്മുടെ അലീന എന്ന് പേര് പറയുന്നില്ല കേട്ടോ എന്നും ഒക്കെ ഞാൻ അറിഞ്ഞത് ഈ ഒരു സമയത്താണ്. തകർന്നുപോയി. ആ ഒരു സമയത്ത് ഞാൻ ആകെ തകർന്ന് തരിപ്പണമായി പോയി. 2-3 ദിവസം ഞാൻ ആ പരിസരത്തൊന്നും ഇല്ലായിരുന്നു. 2-3 ദിവസം ഞാൻ വേറൊരു സ്ഥലത്ത് പോയി, തമിഴ്നാട്ടിൽ പോയി. 2-3 ദിവസം എടുത്തു ഞാൻ ഓക്കെ ആയിട്ട് വരാന്. അത് കഴിഞ്ഞ് വന്നപ്പോഴും പിന്നെ എനിക്കൊരു മൈനർ അറ്റാക്ക് ഉണ്ടായി, ബ്ലോക്ക് വന്നു, അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നു എനിക്ക്. അങ്ങനെ പതിയെ ഞാൻ അലീനയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അലീന എന്ന് അപ്പോഴും പേര് പറയുന്നില്ല. ആ കുട്ടിയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവളോട് ഞാൻ പറഞ്ഞു ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന്. അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ഷോക്കായിരുന്നു അവൾക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ലത്. അവൾക്ക് എല്ലാം നേരും നെറിയും ഒക്കെ അറിയാവുന്നൊരു പെൺകുട്ടിയാണ് അവള്. സത്യം പറഞ്ഞാൽ അതുപോലൊരു കുഞ്ഞ് എനിക്കുണ്ടാകാതെ പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതുപോലെയാണ് അവളെ എന്റെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്താണ് ഞാൻ അവളെ ഇപ്പം എന്റെ അടുത്ത് നിർത്തിയിരിക്കുന്നത്. വൈജയ്ക്ക് സത്യങ്ങളൊക്കെ അറിയില്ല. വൈജയുടെ മകളാണ് എന്റെ അടുത്തുള്ളതെന്ന് വൈജയ്ക്ക് അറിയില്ല. അവള് പ്രത്യേക ഒരു മാനസികാവസ്ഥയിലാണ്. തലയ്ക്ക് അഹങ്കാരം പിടിച്ച് അവളുണ്ടല്ലോ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്നേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടി, നല്ലൊരു ഭാര്യനെ കിട്ടി. പക്ഷെ ഇവിടെ എല്ലാം തകർന്നു പോയത് എനിക്കാണ്.
എനിക്കൊരു നല്ല ഭാര്യനെ കിട്ടിയില്ല, പക്ഷെ എനിക്ക് 3 മക്കളെ കിട്ടി. എനിക്ക് അത് ആ ഒരു ഉപകാരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്റെ 3 മക്കള്, അതും അവള് വളർത്തി കുളവാക്കി വെച്ച എന്റെ മക്കളെ ഇപ്പൊ നല്ല രീതിയിൽ എത്തിച്ചിരിക്കുന്നതും ഈ വൈജയുടെ, അതായത് സ്റ്റാൻലിക്കും വൈജയ്ക്കും ഉണ്ടായ ആ പെൺകുഞ്ഞ് തന്നെയാണ്. അവള് പറയുന്നത് അനുസരിച്ചാണ് ഇപ്പൊ ഞങ്ങള് ജീവിക്കുന്നത്. അതുകൊണ്ട് അവളെ ആർക്കും വിട്ടുകൊടുക്കാനോ വിട്ടുതരാനോ അവളെ ഏറ്റെടുക്കണം എന്ന് പറയാനോ ഒന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് നമ്മുടെ ബാലചന്ദ്രൻ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലിയുടെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയാ, എന്തൊക്കെ പറഞ്ഞാലും താൻ സ്നേഹിച്ച ആ ഒരു സമയത്ത് അവർ ഒരുപാട് ആ ഒരു 5-6 മാസക്കാലം നമ്മുടെ സ്റ്റാൻലിയുടെ കൂടെ വൈജ ജീവിച്ചതാണ്. അപ്പം അവർ ഒരുപാട് ആഗ്രഹിച്ചു കാണും ആ കൊച്ചിന്റെ മുഖം കാണാനും. പെൺകൊച്ചായിരിക്കുമോ ആൺകൊച്ചായിരിക്കുമോ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കൂല. അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന തന്റെ ആദ്യത്തെ ആ ഒരു കുട്ടീനെ കാണാൻ സ്റ്റാൻലിക്കും അതിയായ ആഗ്രഹം കാണുമായിരിക്കും. അത് ആ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി വലിയൊരു അതിശയത്തോടു കൂടി ആശ്ചര്യത്തോടു കൂടി, കണ്ണുകൾ നിറഞ്ഞില്ലെങ്കിലും ആ മുഖത്ത് കണ്ണുകൾ നിറയുന്നതും ആ കണ്ണുകൾ നിറയുന്നതും പുറമേ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഉള്ളേ കാണാനായിട്ട് സാധിക്കും. അതുപോലെ വിഷമത്തോടു കൂടിയാണ് സ്റ്റാൻലി അവിടെ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും പുള്ളിക്കാരന്റെ വാക്കുകളിൽ ഇടർച്ചയോ പതർച്ചയോ ഒന്നും ഉണ്ടാകുന്നില്ല. സ്ട്രോങ് ആയിട്ട് വളരെയധികം ഗൗരവത്തോടു കൂടി ഒരു ലാഘവത്തോടു കൂടിയൊക്കെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ അവൾക്ക് ജന്മം കൊടുത്ത ആളെ കാണണമെന്ന് അവൾക്കും ഒരു ആഗ്രഹം കാണുമല്ലോ. അപ്പം നിങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നതിനോ എന്നും എനിക്കൊരു യാതൊരു വിരോധവുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അലീന എന്നും എന്റെ മകളായിട്ട് തന്നെ നിൽക്കണം. എനിക്ക് അലീന എന്നും എന്റെ മകളായിരിക്കണം. അവൾ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന നമ്മുടെ ബാലചന്ദ്രൻ ബാലചന്ദ്രനല്ല, സ്റ്റാൻലി ചോദിച്ചു, അല്ല ഇപ്പം വൈജയും അപ്പം നിങ്ങളുമായിട്ട് തമ്മിൽ ബന്ധം ഇപ്പോഴും ഉണ്ടോ, അതോ വൈജ ഇപ്പം നിങ്ങൾ സെപ്പറേറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സെപ്പറേറ്റഡ് ഒന്നും അല്ല, അവളെ അലീനയെ ഇപ്പൊ തന്നെ പറഞ്ഞയക്കണമെന്നും അലീനയെ പറഞ്ഞയക്കാതെ അവൾ എന്റെ കൂടെ ജീവിക്കില്ലെന്നും ഒക്കെ പറഞ്ഞാണ് ഇപ്പൊ അവള് അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് സത്യം പറഞ്ഞ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. ഇതുപോലെ ഒരു സാധനത്തിന് വിവാഹം കഴിക്കാത്തത് നിങ്ങളുടെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി എന്നിങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറയാണ്. അപ്പോഴത്തേക്കും ബാലചന്ദ്രനോട് വൈജയുടെ കുറെ കഥകളും അവരുടെ കാലത്തുണ്ടായ കുറെ കഥകളൊക്കെ നമ്മുടെ ബാലചന്ദ്രനോട് സ്റ്റാൻലി പറയുന്നുണ്ട്. അതായത് വൈജയെ കുറിച്ച്, അതായത് അവരുടെ പ്രണയം മുട്ടിട്ടതും, അതുപോലെ ഈ പറയുന്ന വൈജ ഒന്നും അല്ല നമ്മുടെ സ്റ്റാൻലിയുടെ കഥയിലെ വൈജ നമ്മളൊക്കെ കാണുന്നതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് ഒരു വൈജയാണ്. അതായത് സ്നേഹിക്കാൻ അറിയാവുന്നതും മറ്റുള്ളവരോട് മനസാക്ഷി കാണിക്കുന്നതും, അങ്ങനെ എന്താ പറയാ, ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിശയം തോന്നുകയാണ് കേട്ടോ. കാരണം നമ്മുടെ വൈജ ഇങ്ങനെ ആയിരുന്നോ, വൈജയെ കുറിച്ച് തന്നെയാണോ സ്റ്റാൻലി പറയുന്നത് എന്ന് ഓർത്തു പോകും. അതുപോലെ ഒരു സ്ത്രീയാണ് നമ്മുടെ വൈജ എന്ന് അതിശയിച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ വൈജയോടുള്ള ദേഷ്യം നമ്മുടെ ബാലചന്ദ്രന് കൂടുവോ അതോ കുറയുവോ, അതോ ഇനിയിപ്പം നമ്മുടെ വൈജയെ പഴയ വൈജയാക്കി എടുക്കുവോ, വൈജയ്ക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പഴയ വൈജയിലേക്ക് തന്നെ വൈജ തിരിച്ചെത്തും, അതോ ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റാൻലിക്ക് വൈജാനെ വിട്ടു കൊടുക്കുവോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പം നമ്മുടെ അലീനയെ കുറിച്ച് 2 ദിവസമായിട്ട് പറയുന്നില്ലല്ലേ. അപ്പോൾ അലീന അവിടെ ഉണ്ട്, നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ തന്നെ ഉണ്ട്. അലീന പോയിട്ടില്ല. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നമ്മുടെ ബബിതയും കൃഷ്ണമോളും രോഹിത്തും അലീനയും കൂടെയാണുള്ളത്. വൈജ ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. ഞാൻ പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സീനിൽ, ഈ ഒരു സമയത്തൊന്നും വൈജ ഇല്ല. വൈജ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആദ്യം കുറച്ച് ദിവസം നമ്മുടെ വൈജ കൈതക്കൽ തറവാട്ടിൽ പോയി താമസിക്കുകയും പിന്നെ ഒരു വീട് റെന്റിനെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും താൻ പിടിച്ച മുയലിന് ഇത്ര കൊമ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ വൈജ നിൽക്കുന്നത്. അപ്പം വൈജയും സത്യം അറിയുന്നത് എന്നൊക്കെ അറിയാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾക്കായിട്ട്. നമ്മൾ അപ്കമിങ് വിശേഷങ്ങളാണ് പറയുന്നത്. ഇതിന്റെ തുടർക്കഥ നമ്മൾ നാളെ ഇടുന്നതായിരിക്കുമേ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ അലീനയുടെ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ എന്ന് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. അത് റിയൽ സ്റ്റോറിക്കകത്താണ്. ഇത് റിയൽ സ്റ്റോറി ന്യൂ ആണ്. പിന്നെ നമ്മൾ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് പേജിലാണ് ഇതിപ്പോൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ഒന്ന് ലൈക്കും കൂടി അടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റ, ബൈ ബൈ.